ആലപ്പുഴയിലെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ നിർദ്ദേശിച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. ജില്ലാ സെക്രട്ടറി R. നാസറിന്റെ പേര് കായംകുളത്തേക്കും അരൂരിലേക്കും നിർദ്ദേശിച്ചു. ജി സുധാകരനെ മത്സരിപ്പിക്കേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് സ്ഥാനാർത്ഥി നിർണയത്തിലാണ് മാനദണ്ഡങ്ങൾ ഉള്ളത് എന്ന് സ്ഥാനാർത്ഥി നിർണയത്തിനായി മാനദണ്ഡങ്ങളുണ്ടെന്ന് MP ഗോവിന്ദന്റെ മറുപടി. മത്സരിക്കാൻ ജി സുധാകരൻ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ ഈ വെട്ടുവരുന്നത്. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, നേരത്തെ ഉണ്ടായിരുന്ന മുഖങ്ങൾ, അതിൽ ഏതൊക്കെ മുഖങ്ങൾ സിറ്റിംഗ് MLA-മാരുടെ മാറാൻ സാധ്യതയുണ്ട്? ജില്ലാ സെക്രട്ടറി നാസറിന്റെ പേരുകൂടി പരിഗണനയ്ക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം അത് ജി സുധാകരൻ എന്ന മുതിർന്ന നേതാവിന്റെ പേര് പട്ടികയിൽ വരുമോ എന്നുള്ളതാണ്. അത് പട്ടികയിൽ ഇല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. പ്രജീഷ്, ആലപ്പുഴ ജില്ലയിൽ 9 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 6 എണ്ണത്തിലാണ് CPM മത്സരിക്കുന്നത്. 3 എണ്ണം ഘടകകക്ഷികൾ, 2 എണ്ണം CPIയും 1 എണ്ണം NCPയും. ആ 6 സീറ്റുകളിൽ 1 എണ്ണം മാത്രമേ ഉള്ളൂ 2 ടേൺ പൂർത്തിയാകുന്നത്. കായംകുളം നിയമസഭാ മണ്ഡലത്തിലെ U പ്രതിഭ, അവിടേക്കാണ് കൺട്രോൾ കമ്മീഷനിലുള്ള H. ബാബുജന്റെയും ഒപ്പം തന്നെ R. നാസറിന്റെയും പേര് പ്രതിഭയുടെ പേരിനോടൊപ്പം നിർദ്ദേശിച്ചിരിക്കുന്നത്. R. നാസറും H. ബാബുജനും ജില്ലയിലെ മുതിർന്ന നേതാക്കളാണ്. ഇരുവർക്കും ഇതുവരെ നിയമസഭയിൽ മത്സരിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. R. നാസർ ജില്ലാ സെക്രട്ടറിയുടെ പേരൊപ്പം തന്നെ ദലീമ ജോജോ നിലവിൽ MLA ആയിട്ടുള്ള അരൂരിലേക്കും പരിഗണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. പക്ഷേ സിറ്റിംഗ് MLA-മാരെല്ലാം മത്സരിക്കുകയാണെങ്കിൽ മാനദണ്ഡം, അതായത് 2 ടേൺ മാനദണ്ഡം എന്നുള്ളത് പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മുഴുവൻ സിറ്റിംഗ് MLA-മാരും മത്സരിക്കും. സജി ചെറിയാൻ മന്ത്രി അടക്കമുള്ള ആളുകൾ മത്സരിക്കും. ജില്ലയിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളാണ് തോമസ് ഐസക്കും ജി സുധാകരനും. കഴിഞ്ഞ ദിവസം മാതൃഭൂമി.com നൽകിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ ഇക്കാര്യം CPM ജനറൽ സെക്രട്ടറിയായ MA ബേബിയെ നേരിട്ട് അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പരസ്യമായി പറഞ്ഞു. അക്കാര്യം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചിലർ ചൂണ്ടിക്കാണിച്ചിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ പ്രതിനിധീകരിച്ച്, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തെ പ്രതികരിച്ച് MV ഗോവിന്ദനും പുത്തലേത്ത് ദിനേശനും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. MV ഗോവിന്ദനാണ് പറഞ്ഞത്, കഴിഞ്ഞ തവണത്തെ മാനദണ്ഡം, സംസ്ഥാന കമ്മിറ്റി പാസാക്കിയ മാനദണ്ഡ പ്രകാരം ഉള്ള ആളുകളെ മാറ്റിയതിൻ്റെ ഭാഗമായിട്ടാണ് ജി സുധാകരനും ഒപ്പം തന്നെ തോമസ് ഐസക് അടക്കമുള്ള ആളുകളെ മാറ്റിയത്. അങ്ങനെ അവരുടെ പേര് നിർദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനമായിട്ടാണ് വരേണ്ടത്. അതുകൊണ്ട് തൽക്കാലം അത് പരിഗണിക്കേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത്. ഒരു പക്ഷേ ജി സുധാകരനോ തോമസ് ഐസക്കിനോ സ്ഥാനാർത്ഥം നൽകുകയാണെങ്കിൽ അത് സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായ പ്രകാരമായിരിക്കും നൽകുക, അല്ലെങ്കിൽ മാനദണ്ഡത്തിൽ നിലവിൽ മുൻപ് നിശ്ചയിച്ചിരുന്ന മാനദണ്ഡത്തിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ ഇവരെ. വിജയമാണ് പരമാവധി. വിജയ സാധ്യതയുള്ള ആളുകളെ ഫീൽഡ് ചെയ്യുക, അതുണ്ടാകും. മറ്റ് മാനദണ്ഡങ്ങളൊക്കെ അവർക്ക് പ്രതിബന്ധം ഉണ്ടാകില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ സംസ്ഥാനത്ത് പൊതുവെ ഉയർന്നു കേൾക്കുന്നത് CPM-ൽ. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട പേരുകൾ നേരത്തെ രഘു സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ തോമസ് ഐസക്കിന്റെയും ജി സുധാകരന്റെ പേരുകൾ അന്തിമ ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് ഒരു പട്ടിക, അല്ലെങ്കിൽ അങ്ങനെ പേരുകൾ വരാം, അതിനുള്ള മുൻതൂക്കം ഉണ്ടായേക്കാം. അത് ആ രീതിയിലായിരിക്കും എന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? അമ്പലപ്പുഴയിൽ ജി സുധാകരനെ മാറ്റി അവിടെ H. സലാമിനെയാണ് മത്സരിപ്പിച്ചത്. ആലപ്പുഴയിൽ തോമസ് ഐസക് മാറിയപ്പോൾ PP ചിത്തരഞ്ജനാണ് അവിടെ മത്സരിച്ചത്. സ്വാഭാവികമായിട്ട് തന്നെ രണ്ടുപേർക്കും ഓരോ ടേണേ നൽകി കഴിഞ്ഞിട്ടുള്ളൂ. സ്വാഭാവികമായിട്ട് തന്നെ CPM-ന്റെ നിലവിലെ മാനദണ്ഡ പ്രകാരം 2 ടേണാണ് ഒരാൾക്ക് നൽകുക. അപ്പോൾ പ്രത്യേകിച്ച് അമ്പലപ്പുഴ പോലൊരു മണ്ഡലത്തിൽ H. സലാമിനെ പോലെ ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാളെ പെടുന്നതിനെ മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്ന് മാത്രവുമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായി ജി സുധാകരനും H. സലാമും തമ്മിൽ വലിയ തർക്കവും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ പുനർഗേഹം പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് വെച്ച് നൽകിയ വീടിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ H. സലാം തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലയിൽ നിന്നുള്ള മന്ത്രിയുമായ സജി ചെറിയാൻ പറയുകയും ചെയ്തു. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും CPM-ന്റെ മുന്നിലുണ്ട്. ജി സുധാകരൻ ഒരു പക്ഷേ ജി സുധാകരനെ മത്സരിക്കണമെങ്കിൽ അമ്പലപ്പുഴയോ കായംകുളമോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ നിലവിൽ CPM-ന്റെ മാനദണ്ഡ പ്രകാരം നിലവിൽ സിറ്റിംഗ് ആയിട്ടുള്ള 5 MLA-മാർക്കും മത്സരിക്കാനുള്ള സാധ്യതയാണുള്ളത്. ആകെ അല്ലെങ്കിൽ 2 ടേൺ മാനദണ്ഡം പാലിക്കപ്പെട്ടാൽ മാറേണ്ടി വരിക U പ്രതിഭയ്ക്ക് മാത്രമായിരിക്കും.